CHR is the cardamom hotspot for the world. CHR means Cardamom Hill Reserves. It's a reserve area for exclusive cultivation of cardamom in India. ₹1375 കോടി കയറ്റുമതി വിപണിയുള്ള ഏലം ഏലമലക്കാടുകളിലെ കർഷകർക്ക് ഗണ്യമായ വരുമാനം നൽകുന്നുണ്ട്. എന്നാൽ ഈ മേഖലയിലെ ഉയർന്ന ഉൽപ്പാദനത്തിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യത്തിന് മാരകമായ വില. Western Ghats is one of the biggest biodiversity hotspots in the world. പല ഒരുപാട് സാധനങ്ങളുണ്ട്. ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാൾ പറഞ്ഞാൽ തീരുന്ന സംവിധാനമല്ല. മരുന്നുകളെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന തന്നെ 3000-ലധികം മരുന്നുകളുണ്ട്. ഇപ്പം നമുക്ക് നിലവ് വാങ്ങാൻ കിട്ടും. പിന്നെ അതിൽ നമുക്ക് പ്രയോജനം കണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇന്നത് വാങ്ങിച്ചോ ഇന്നത് വാങ്ങിച്ചോ. டொமஸ்டிக்கில் இந்த பெஸ்டிசைட்ஸை பற்றி யாரும் யோசிக்கவே இல்லை. அதை யோசிச்சுட்டாங்கன்னா அப்புறம் ஏலக்காய் யாரும் சாப்பிடவே மாட்டாங்க. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം വേണമെന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിഷം കൊടുക്കാൻ നമ്മളാരും താല്പര്യപ്പെടില്ല. അപ്പോൾ വിഷമില്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ വിഷമില്ലാത്തതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു ലക്ഷ്യം. ലോകത്ത് ഏലത്തിന് 3 ഇനങ്ങളുണ്ട്. കറുത്ത ഏലം അല്ലെങ്കിൽ നേപ്പാൾ ഏലം എന്നറിയപ്പെടുന്ന വലിയ ഏലം. നേപ്പാളിലും ഇന്ത്യയിലും ഏതാനും ഹിമാലയൻ സംസ്ഥാനങ്ങളിലുമാണ് ഇത് വളരുന്നത്. ഇന്തോനേഷ്യയിൽ വളരുന്ന വൃത്താകൃതിയുള്ള വെളുത്ത ജാവനീസ് ഏലം പൂർണ്ണമായും ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. 3ാമത്തെ ഇനം ഗ്രീൻ കാർഡമം അല്ലെങ്കിൽ ഇന്ത്യൻ ഏലം ആണ്. ഇന്ത്യയിലും ഗോട്ടിമാലയിലുമാണ് ഇത് കൂടുതലായി കൃഷി ചെയ്യുന്നത്. കുങ്കുമപ്പൂവും വാനിലയും കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനമായ ഏലക്കയുടെ ജന്മദേശം പശ്ചിമഘട്ട മലനിരകളാണ്. അറേബ്യൻ രാജ്യങ്ങളിലും ദക്ഷിണേന്ത്യയിലും പാചകത്തിൽ ഏലം വ്യാപകമായി ഉപയോഗിക്കുന്നു. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നാണ് ഏലം ഗോട്ടിമാലയിലേക്ക് എത്തുന്നത്. ഇന്ന് ഗോട്ടിമാലയാണ് ഏല ഉൽപ്പാദനത്തിൽ മുന്നിൽ. എന്നാൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഏലം അതിൻ്റെ ഉയർന്ന വാസനയും എണ്ണയുടെ അംശവും കാരണം മികച്ചതായി കണക്കാക്കപ്പെടുന്നു. അതിന് ഉയർന്ന വിലയും ലഭിക്കുന്നു. കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരു ചെറിയ പ്രദേശമായ CHR അല്ലെങ്കിൽ കാർഡമം ഹിൽ റിസർവ്സ് അല്ലെങ്കിൽ ഏലമലക്കാടുകൾ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഇന്ത്യയ്ക്കുള്ളിൽ ഏലം കൃഷി ചെയ്യുന്നത്. മൊത്തം 336 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഏലമലക്കാടുകൾ ഏലം കൃഷിയുടെ കേന്ദ്രമാണ്. India's production goes up to 25,000 metric tons. Very close to 19 or 20,000 metric tons is the quantity produced from the CHR area alone. In CHR, at least 48 or 50,000 hectares is the land area from which we get this much. മഴക്കാടുകളിൽ നിന്ന് കാട്ടുഏലം ശേഖരിച്ചിരുന്ന ഇടുക്കിയിലെ ആദിവാസികളായിരുന്നു ഏലക്കയുടെ മനുഷ്യ ഉപയോഗത്തിന് തുടക്കമിട്ടത്. 1822 തിരുവിതാംകൂർ ഏലത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ഏലമല ആയി പ്രഖ്യാപിച്ചതോടെയാണ് ഇതിൻ്റെ വാണിജ്യവൽക്കരണം ആരംഭിച്ചത്. ഈ വിളംബരം ഇന്നത്തെ തമിഴ്നാട്ടിലെ കോമ്പ, തേവാരം, ബോഡി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഗ്രാമീണരെ കാട്ടു ഏലം ശേഖരിക്കാൻ നിയമിക്കുന്നതിന് വഴിയൊരുക്കി. ഇത് തിരുവിതാംകൂറിന് ഏലത്തിൻ്റെ ആഗോള കുത്തകയും നൽകി. പിന്നീട് കാട്ടു ഏലത്തിൻ്റെ ശേഖരണത്തിന് പകരം കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന നയം രാജവംശം ആരംഭിച്ചു.
1920-കൾക്ക് ശേഷം യൂറോപ്യൻ കൊളോണിയലിസ്റ്റുകൾ സ്ഥാപിച്ച തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നതിനായി ഇടുക്കിയിലെ മലനിരകളിൽ വാസമുറപ്പിച്ച മധ്യ തിരുവിതാംകൂർ കുടിയേറ്റക്കാർ ഈ കൃഷി ഏറ്റെടുത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭക്ഷ്യക്ഷാമം നേരിടാൻ ആരംഭിച്ച ഗ്രോ മോർ ഫുഡ് പദ്ധതി കൂടുതൽ കുടിയേറ്റക്കാരെ ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഇടുക്കിയിൽ ഏലം കൃഷി ചെയ്യുന്നത് ഈ തമിഴരും മലയാളികളുടെ പിൻതലമുറക്കാരുമാണ്. Nowadays, the plantation scale farmers or planters, their numbers are being reduced because of the fragmentation of land holdings. In the CHR, majority of the farmers fall between small to medium size holdings. They cannot lose the crop. Even 1 kg is very important for farmers because it's a costly produce. If they lose 2 kg, they are going to lose 3,000 rupees or 4,000 rupees in some years. That is why farmers always go for heavy inputs to manage, to maintain good crop in all the seasons every year. കുടിയേറ്റക്കാർ ഏലം കൃഷിയിൽ കേന്ദ്രീകരിച്ചതോടെ ഉയർന്ന വിളവ് തരുന്ന ഇനങ്ങളുടെ മേലുള്ള ആശ്രിതത്വം തീവ്രമാകുകയും 1 ഹെക്ടറിലെ ചെടികളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. 90க்கு அப்புறம் தான் இந்த நல்லாணி வெரைட்டி வந்துச்சு. 92, 95லேருந்து நல்லாணின்ற வெரைட்டி வந்த ஆரம்பிச்ச உடனே 95லேருந்து இந்த 2024க்குள்ளே வந்து நல்லாணி எல்லா விவசாயிகளுமே வந்து நல்லாணி வெரைட்டி தான் போட்டிருக்காங்க. அது வந்து குயிக்காக வந்துடுது, லாங் லைஃப் இருக்குது, அந்த செடிக்கு வந்து லைஃப் நல்லா இருக்குது, அவுட்டன் நிறையா கிடைக்குது, ப்ரொடக்ஷன் நிறையா இருக்குது. 2 times 3 times ப்ரொடக்ஷன் வருது. அது வருஷத்துக்கு 150 கிலோ ஒரு ஏக்கரில் எடுத்தால் இது வருஷத்துக்கு 450 கிலோ எடுக்கிறாங்க. We used to have only 1,000 plants in a hectare. Now, each and every garden in Cardamom Field Reserve has at least 1,400 to 1,600 plants on hectare basis. ഇതിന്റെ ഫലമായി ഇടുക്കിയിലെ ഏലത്തിന്റെ ഉൽപാദനക്ഷമത 2002-2003 ഹെക്ടറിൽ 246 കിലോഗ്രാം ആയിരുന്നത് 2020-21 637 കിലോഗ്രാമായി ഉയർന്നു. അതേസമയം ജില്ലയുടെ ഉൽപാദനം 857 ടണ്ണിൽ നിന്നും ഇരട്ടിയിലും അധികമായി വർദ്ധിച്ച് 19,924 ടണ്ണായി. ഏലത്തിന്റെ ഉൽപാദനം വർദ്ധിച്ചതനുസരിച്ച് കീടനാശിനിയുടെ പ്രയോഗവും കൂടി. Cardamom is a pest intensive crop. Because of this monocropping systems, many insect pests and disease causing pathogens attack cardamom. Therefore, the dependency of cardamom on pesticides is very high. Majority of the farmers go for chemical management of the pests and diseases. ஆமாம், இது காடமம் வந்து இப்போ ஒரு இந்த 30 வருஷத்தில் இந்த மருந்து அடித்தா தான் ஏலக்காயே வருங்கிற மாதிரி ஆயிடுச்சு. மருந்து அடிக்கலைன்னா ஏலக்காய் விவசாயமே பண்ண முடியாது. எவ்ரி மந்த்து அவங்க மருந்து அடித்தே ஆகணும். ஃப்ளவரிங்க்கு மருந்து அடிக்கணும், பிஞ்சு ஊறுறதுக்கு மருந்து அடிக்கணும், செடி வாடாமல் இருக்கிறதுக்கு மருந்து அடிக்கணும், வேர்ப்புழு வராமல் இருக்க மருந்து அடிக்கணும், குருத்து புழு வராமல் இருக்கிறதுக்கு மருந்து அடிக்கணும். எல்லாத்துக்குமே மருந்து 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 அடித்தா தான் ஏலக்காய் விவசாயமே பண்ண முடியுங்கிற மாதிரி நிலைமைக்கு வந்துருச்சு இன்னைக்கு. Earlier, we used to give 1 liter or 1.5 liter per plant. Now, farmers go for up to 3 liters of spray solutions for single spray in their gardens. So, the spray volume has doubled. The number of plants in an unit area has also increased by at least 40 to 60%. Therefore, the overall pesticide consumption is very, very high nowadays compared to the previous decade or previous decades. If you calculate the pesticide intensity on per hectare basis, cardamom consumes at least 27 kg of pesticides in terms of active ingredient. കീടനാശിനികളുടെ അമിതമായ ഉപയോഗം കീടനാശിനി അവശിഷ്ടങ്ങളുടെ വർധനവിനും കാരണമായി. ഇത് ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയെ ബാധിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യുന്ന
സുഗന്ധ വ്യഞ്ജനങ്ങളിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് തുടർക്കഥയായി. 2019 സൗദി അറേബ്യ കീടനാശിനി അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കാരണം ഏലം ചരക്ക് തിരികെ അയച്ചു. ഈ വർഷം പ്രധാന ബ്രാൻഡുകളുടെ മസാലകളിൽ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ ഉള്ളതിനാൽ ഹോങ്കോങ് അടക്കമുള്ള രാജ്യങ്ങൾ നിരസിച്ചു. എന്നാൽ ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ ഇത്തരം തിരസ്കരണങ്ങൾ ഉണ്ടാകാറില്ല. டொமஸ்டிக்கில் இந்த பெஸ்டிசைட்ஸை பற்றி யாரும் யோசிக்கவே இல்லைன்னு. அது யோசிச்சிட்டாங்கன்னா அப்புறம் ஏலக்காய் யாரும் சாப்பிடவே மாட்டாங்க. 2023 ജനുവരിയിൽ കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിൽ അരവണ പ്രസാദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏലക്കയിൽ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിതരണക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോടതി കേസിൻ്റെ ഫലമായിരുന്നു ഈ കണ്ടെത്തൽ. സുരക്ഷിതമല്ലാത്ത ഏലം ഉപയോഗിച്ചുള്ള അരവണ വിൽപ്പന തടയാൻ ശബരിമലയുടെ ഭരണ ചുമതലയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതിയുടെ ഉത്തരവ് മൂലം 6,65,159 പാട്ട അരവണ ഒരു വർഷം വിൽക്കാതെ കിടന്നു. ഈ വർഷം ഏലം വാങ്ങാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് വിതരണക്കാർ പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന വ്യവസ്ഥയിലാണ്. ഇന്ത്യയിൽ ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരം പരിശോധനകൾ ഇല്ല. ഇതിനായി സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഇന്ത്യൻ ഏലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. What I have got with me here are 5 different samples of cardamom collected from 5 different cities of India, which are Delhi, Mumbai, Hyderabad, Chennai and Bangalore. And what I'm going to do next is to get these samples tested for pesticide residue. പരിശോധന നടത്തിയപ്പോൾ 11 കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തി. അവയിൽ 3 പ്രൊഫനോഫോസ്, ക്വിനാൽഫോസ്, സൈപ്പർമെത്രിൻ ഐസോമറുകൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള അവശിഷ്ട നിലവാരത്തേക്കാൾ മുകളിലായിരുന്നു. ഇന്ത്യയിലുടനീളമുള്ള ആഭ്യന്തര ഭക്ഷ്യ വിപണിയിലെ പരിശോധനയിൽ സമാനമായ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. ദേശീയ തലത്തിൽ ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രൊജക്ട് ഓൺ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് എന്ന് പറയുന്ന ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ അക്രഡിറ്റഡ് ലാബുമായിട്ട് സഹകരിച്ചുകൊണ്ട് സാമ്പിളുകൾ, മാർക്കറ്റ് സാമ്പിളുകൾ, ഫാമിൽ നിന്നുള്ള സാമ്പിളുകളൊക്കെ എടുത്തിട്ട് പരിശോധിക്കുന്നുണ്ട് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് കേരളത്തിൽ ഒരു കേസ് പറയുകയാണെങ്കിൽ അവിടെ സേഫ് ടു ഈറ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും മാർക്കറ്റിൽ നിന്നും ഫാം ഗേറ്റിൽ നിന്നും സാമ്പിൾ എടുത്തിട്ട് അവരും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് റെസിഡ്യൂസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കേരള സ്റ്റേറ്റിൻ്റെ അത്തരത്തിലുള്ള റിപ്പോർട്ടിൽ ഏതാണ്ട് 35% സാമ്പിളുകളിൽ ഒന്നോ അതിൽ കൂടുതൽ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ സമാനമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ദേശീയ തലത്തിലുള്ളത്. ഒരു വിവരാവകാശ വഴി ലഭിച്ചിട്ടുള്ള ഒരു ഡാറ്റ എൻ്റെ അടുത്തുണ്ട്, ഈ നാഷണൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂ മോണിറ്ററിംഗ് ബന്ധപ്പെട്ട്. അതിലും ഏതാണ്ട് 35% സാമ്പിളുകളിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ റെസിഡ്യൂവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ കൂടുതലും എക്സ്പോർട്ട് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇപ്പോൾ പരമാവധി അവശിഷ്ട പരിധി അഥവാ MRL ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അതിൽ കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ റെഗുലേറ്ററി സൈഡിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഉത്തരവുകളോ ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ബോധവൽക്കരണമോ നടക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇപ്പോൾ അവശിഷ്ട പരിധി, പരമാവധി അവശിഷ്ട പരിധിയിൽ കൂടുതൽ റെസിഡ്യൂസ് വരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് എക്സ്പോർട്ട് മാർക്കറ്റിൽ അവർ റിജക്റ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിക്ടിം ആവുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, ബേസിക്കലി ഫാമേഴ്സ്. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചെറുകിട കർഷകരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ അന്വേഷണവും CHRന്റെ പരസ്യമായ രഹസ്യങ്ങളിലേക്കാണ് നയിച്ചത്. 20-21 വർഷമായിട്ട് ഞാൻ ഈ വിഷമടിക്കുന്ന മരുന്ന് അടിച്ചു കൊടുക്കുകയാണ് പുറത്ത്. മാറും. പിന്നെ പല ഒരുപാട് സാധനങ്ങളുണ്ട്. ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാൾ പറഞ്ഞാൽ തീരുന്ന സംവിധാനമല്ല. മരുന്നുകളെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന തന്നെ 3000-ലധികം മരുന്നുകളുണ്ട്.
ഇപ്പം നമുക്ക് നെല്ല് വാങ്ങാൻ കിട്ടും. പിന്നെ അതിൽ നമുക്ക് പ്രയോജനം കണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇന്നത് വാങ്ങിച്ചോ. രാവിലെ 8 മണിക്ക് മോട്ടോർ പമ്പ് സെറ്റും ഹോസും മറ്റ് ഉപകരണങ്ങളുമായി ഫാമിലെത്തുന്ന ഏലം കർഷക തൊഴിലാളിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നു. കയ്യുറകൾ, മുഖംമൂടികൾ, തൊപ്പി എന്നിവയുടെ പോലും സംരക്ഷണമില്ലാതെയാണ് ഈ രംഗത്തുള്ളവർ കീടനാശിനി തെളിക്കുന്നത്. ആ ഏലത്തിൻ്റെ ഉടമസ്ഥൻ്റെ സാമ്പത്തിക സ്റ്റേജ് അനുസരിച്ചിരിക്കും. അതിൻ്റെ കൂടുതൽ പല സാധനങ്ങൾ കൂട്ടാം. ഇപ്പോൾ സ്പ്രെഡർ കൂട്ടാം, എന്നാൽ അത് കൂട്ടിയില്ലെങ്കിലും ചെയ്യാം. ആ സ്പ്രെഡറിൻ്റെ ലാഭം ഒഴിവാക്കാം. പിന്നെ അതിനകത്ത് ടോണിക്ക് ചേർക്കാം, പിന്നെ വേറെ പല സാധനങ്ങളും ചേർക്കാൻ ഒരുപാടുണ്ട്. അത് സാമ്പത്തിക സ്റ്റേജ് അനുസരിച്ച് ഈ പ്രാവശ്യം ഇത്രയും പൈസക്കുള്ളേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചിലവ് ചുരുക്കി പോകും. എന്നാലും വിഷം അടിക്കാതിരിക്കാൻ പറ്റില്ല. കീടനാശിനികൾ തെളിക്കുന്നവർ വഴിയുള്ള മാർക്കറ്റിംഗ് ഡിസ്പ്ലേകൾ നിരോധിച്ചുവെങ്കിലും ഈ സമ്പ്രദായം ഇടുക്കിയിൽ തുടരുകയാണ്. CHRലെ ഏലം കർഷകർ വിളകളുടെ രാസ സംരക്ഷണത്തിനായി ഓരോ മാസവും ഏക്കറിന് 10,000 രൂപ ചെലവഴിക്കുന്നു. ഏക്കറിന് 15,000 രൂപ കൂലിപ്പണിക്ക് ചെലവാക്കിയതിന് പുറമേയാണിത്. സ്വാഭാവികമായും കീടനാശിനി വിറ്റ് പണം കണ്ടെത്താനുണ്ട്. ഇതിപ്പോൾ ഇത് സയൻറ്റിസ്റ്റ് പോലെയാണ് കടക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഇതിന് ഇന്ന കേടിന് ഇന്നത് അടിക്കുക എന്നുള്ളത് നമ്മളോട് പറയുന്നത്. അന്നേരം അവർ പറയുന്ന മരുന്ന് നമ്മൾ ഓരോ മാസങ്ങളിലും അടിച്ചുകൊണ്ടിരിക്കും. CHR മേഖലയിൽ കീടനാശിനികളെ ആശ്രയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കീടനാശിനി വിൽപ്പനക്കാരാണ്. കണക്കുകൾ അനുസരിച്ച് ഇടുക്കി ജില്ലയിൽ 458 ചില്ലറ കീടനാശിനി വിൽപ്പനക്കാരുണ്ട്. ഇതുകൂടാതെ ജില്ലയിൽ 32 മൊത്ത കീടനാശിനി വിൽപ്പനക്കാരും. അവർക്ക് ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ്സാണ് മരുന്ന്. അത് ഏറ്റവും കമ്മീഷൻ കൂടുതലുള്ള മരുന്ന്. വളത്തിന് ഈ പറയുന്ന പോലെ ഒന്നും കമ്മീഷനില്ല. മരുന്നിന് പെർസെൻറ്റേജ് കൂടുതലാണ് കമ്മീഷൻ. അപ്പം കടക്കാർ കമ്മീഷൻ കൂടുതലുള്ള മരുന്നുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വിൽപ്പന. അത് നമുക്ക് വരുമ്പം 500 രൂപയ്ക്കുള്ള സാധനത്തിന് 800 രൂപ 900 രൂപയൊക്കെ ആകും. ഓരോ ബ്രാൻഡ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ 2421 പേർക്ക് ഒരു റീറ്റെയിൽ കീടനാശിനി വിൽപ്പനക്കാരനും 187 കർഷകർക്ക് ഒരു ചില്ലറ കീടനാശിനി വിൽപ്പനക്കാരനുമുണ്ട്. ഇടുക്കി ജില്ലയിലെ CHRന്റെ തീവ്രമായ ഏലം കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളായ നെടുങ്കണ്ണം, ചക്കുവള്ളം, കട്ടപ്പന, കുമിളി, വണ്ടൻമേട്, രാജകുമാരി, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ കീടനാശിനി ചില്ലറ വിൽപ്പനക്കാരുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ആരുമില്ല. തന്നെ ഈ ലേബൽ ക്ലെയിം എന്താണ് എന്നുള്ളതോ ലേബൽ ക്ലെയിമിന് അനുസരിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കർഷകരുടെ അടുത്തില്ല. അവർക്ക് ആരും കൊടുത്തിട്ടില്ല. ഇതൊക്കെ റെഗുലേറ്ററി സ്ഫിയറിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. ലേബൽ ക്ലെയിം, രജിസ്ട്രേഷൻ, അപ്രൂവ്ഡ് യൂസ്, റെക്കമെൻഡഡ് യൂസ് എന്നുള്ളതൊക്കെ റെഗുലേറ്ററി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് കർഷകർക്ക് ആരും പരിശീലനം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. പരിശീലനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവരത് ചെയ്യില്ലല്ലോ. അത് വരുന്നില്ല. അതേ സമയത്ത് ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കച്ചവടക്കാരാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒരു റോൾ എടുക്കുന്നത്. ഇപ്പം കീടനാശിനി വിൽക്കുന്ന കച്ചവടക്കാർ കൂടുതൽ മാർജിൻ കിട്ടുന്ന ഉൽപ്പന്നം വിൽക്കും. അതിൽ വിഷമായതുകൊണ്ട് തന്നെ കീടത്തിനെതിരെ പ്രയോഗിക്കുമ്പോൾ കീടവും കൂടെയുള്ള മറ്റ് ജീവജാലങ്ങളും ചത്തുപോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ദീർഘകാലം ഇത് നിലനിൽക്കില്ല. ഏലത്തിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള കീടനാശിനികളുടെ വളരെ പരിമിതമായ പട്ടികയേ ഉള്ളൂ. ഇക്കാരണത്താൽ ഒരു വിളയിൽ ഉപയോഗിക്കുന്നതിന് അനുമതിയില്ലാത്ത കീടനാശിനികളുടെ ഉപയോഗം ഏലമലക്കാടുകളിൽ വ്യാപകമാണ്. കേരളത്തിനകത്ത് റെഡ് ലേബൽ കീടനാശിനികൾ വിൽക്കുന്നതിന് ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോൾ അവയുടെ വിൽപ്പന CHR മേഖലയിൽ തുടരുകയാണ്. പച്ചക്കറികളിൽ ഉപയോഗിക്കുന്നതിന് നിരോധിച്ചിരിക്കുന്ന റെഡ് ലേബൽ കീടനാശിനിയായ മോണോക്രോട്ടോഫോസ് വിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതും CHRലെ ഒരു കൃഷി ഓഫീസിന് മുന്നിലുള്ള കടയിൽ നിന്ന് കണ്ടെത്തി. റെഡ് ലേബൽ കീടനാശിനികൾ വായിലൂടെയോ ത്വക്കിലൂടെയോ ശ്വസിക്കുമ്പോഴോ ഉള്ള വിഷാംശത്തെ അടിസ്ഥാനമാക്കി ഉയർന്ന വിഷാംശമുള്ളവയാണ്. ഉൽപ്പന്നം വിറ്റ കമ്പനി 2024 മെയ് 1 ഇന്ത്യയിൽ നിലവിലുള്ള ഇറക്കുമതി സ്രോതസ്സുകളുടെയും കീടനാശിനികളുടെ തദ്ദേശീയ നിർമ്മാതാക്കളുടെയും പട്ടികയിലോ ജൂൺ 1, 2023 വരെ പുതുക്കിയ ഇറക്കുമതി ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചതിന് മറുപടിയും ലഭിച്ചിട്ടില്ല. പക്ഷികൾക്കും മനുഷ്യർക്കും വളരെ ഹാനികരമായ ഒരു കീടനാശിനിയാണ് മോണോക്രോട്ടോഫോസ്.
2023 ഒക്ടോബർ 3 ഉത്തരവ് പ്രകാരം ഇന്ത്യയിൽ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ച കീടനാശിനികളിൽ ഒന്നാണ് മോണോക്രോട്ടോഫോസ്. 2017 മഹാരാഷ്ട്രയിലെ യവത്മൽ, നാഗ്പൂർ, അമരാവതി ജില്ലകളിൽ ഈ വിഷകീടനാശിനികൾ തളിച്ചത് 55 കർഷകരുടെ മരണത്തിന് കാരണമായി. 112 രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല. പെസ്റ്റിസൈഡ് ശരിക്കും അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ഓർഗാനിസത്തിനെയും കൊല്ലുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്യുക. അത് നമ്മൾ പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞ് പെസ്റ്റിനെ മാത്രമേ കൊല്ലുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ആളുകളൊക്കെ തന്നെ. പക്ഷേ അതുമായി കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളെയും അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് പെസ്റ്റിസൈഡ്സ് കൊല്ലും എന്നുള്ളതാണ് വസ്തുത. CHR മേഖലകളിൽ ആകെ മരങ്ങളുടെ 60% കൂടുതൽ 3 സ്പീഷീസുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എപ്പിഫൈറ്റിക് വൈവിധ്യത്തിന്റെ 95% CHR മേഖലയിൽ കാണാനില്ല. ഉയർന്ന വിളവ് തരുന്ന ഇനങ്ങൾ സ്ഥാനം പിടിച്ചതോടെ കാട്ടേലത്തിന്റെ ജനിതക വൈവിധ്യം പ്ലാന്റർമാരുടെ തോട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഈ വൈവിധ്യത്തിന്റെ നഷ്ടം CHRനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏലമല കാടുകളുടെ മേഖലയിൽ ഇപ്പോൾ അദൃശ്യമായ ജൈവ വൈവിധ്യത്തിന് സാക്ഷിയാണ് ജൈവ കർഷകയായ സീമ മർച്ചന്റ്. CHR മേഖലയിലെ ഒരു ചെറിയ ജൈവ ഏലത്തോട്ടത്തിൽ താമസിക്കുന്ന അവർ തന്റെ വീടിന് പുറത്തുള്ള പ്രാണികളുടെ വൈവിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം നിരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവർക്കാണ്. When I started going out at night to record stuff, I realized that there were a lot of moths that were just coming and sitting on walls around the house where I had outside lights on. So that made it easier. So I started recording the moths, and I realized different timings, different moths arrived. And finally, around just my house, I have almost 1,000 species of biodiversity and over 600 species of moths. So that gave me an inkling of how much biodiversity is just in my area. We don't use pesticides, we're organic, we're surrounded by people that spray pesticides. Despite that, we have such biodiversity around us. It made me realize that the Western Ghats needs to be protected. Western Ghats is one of the biggest biodiversity hotspots in the world. And if I can have so much biodiversity in just, we're talking about less than an acre. I can just imagine how much there is in the rest of the Western Ghats. ഇപ്പോൾ ഇവിടെയും വ്യാപകമായി കീടനാശിനികളുടെ പ്രയോഗത്തിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. In cicadas, like there's a certain species that I have been observing every year, and it's supposed to be peacock green in color. Now I'm starting to see olive green, I'm starting to see yellow green. Just the other day I saw a pink of the same species. Now, this is something I've just been observing recently. Then I do see a few moths that haven't developed properly. Now, we found dead Malabar squirrels. We found dead owlets that have, on our land, which we can only assume were poisoned by the pesticides, because those are the times when they're spraying intensely. We have dogs that also die after having neurological problems because of the pesticide. It affects dogs. It's definitely affecting human beings and especially children around. കേരളത്തിലെ വൺ ഹെൽത്ത് വിദഗ്ധൻ ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. ഹ്യൂമൻസിൽ അത് പെസ്റ്റിസൈഡ്സ് പല രീതിയിൽ ഇഫക്റ്റ് വരാം. ഓറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ തന്നെ പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ വരാം. അങ്ങനെ വരുന്ന കേസുകളുണ്ടെങ്കിൽ ക്രോണിക് കേസസിൽ, അതായത് തുടർച്ചയായിട്ട് ചെറിയ ഡോസിൽ നമ്മൾ എക്സ്പോഷർ നടക്കുന്ന വഴിയായിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ക്യാൻസർ പോലുള്ള മഹാമാരികൾക്ക് ഒരു വിപത്തായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പല ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യും. മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷനിങ് ഉണ്ടാവും, കിഡ്നി ഡാമേജ് ഉണ്ടാകാം, ലിവർ ഡാമേജ് ഉണ്ടാകാം. അങ്ങനെ പല കണ്ടുകൊണ്ടിരിക്കുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള പല വിപത്തുകൾക്ക് ഒരു പ്രശ്നമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ അവബോധമാണ് പൊതുജനങ്ങളിലുള്ള ഒരു അവബോധമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സൊല്യൂഷനായിട്ട് വെക്കാവുന്നത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.
എന്നാൽ CHRൽ കീടനാശിനികൾ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഇതുവരെ ദൃശ്യമായിട്ടില്ലെന്ന് CHRലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് പറയുന്നു. ഒന്ന്, ഈ മേഖലയിൽ പെസ്റ്റിസൈഡ്സ് യൂസുമായിട്ട് വരപ്പം എനിക്ക് പ്രശ്നമില്ല പറയുന്നുണ്ട്. അതായത് അക്യൂട്ട് കേസുകൾ പെട്ടെന്ന് വരുന്ന റിയാക്ഷൻ പെട്ടെന്ന് വരാൻ വളരെ കുറവാണ്. ഐസ്ബർഗ് ഫിനോമിന വളരെ കുറവായിട്ട് ആൾക്കാർ വരുന്നു. പക്ഷെ വർഷങ്ങളോളം ഇതിൻ്റെ ഉപയോഗം മൂലമുള്ള അസുഖങ്ങൾ എത്രത്തോളം വരുന്നത് അത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയത്തുമില്ല. അത് ബേസിക്കലി ഈ ടെറിട്ടറി എന്ന് പറയുന്നത് ഏലം കൃഷി ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ കോമൺലി ഇവിടെ വരുന്ന നമ്മളുടെ രോഗികളെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനവും ഏലവും കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് ആ തോട്ടത്തിൽ തന്നെ വിളയെടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കോമണായിട്ട് നമ്മളിവിടെ കണ്ടുവരുന്ന അസുഖങ്ങൾ വലുതായിട്ട് വരുന്ന ഒന്ന് സ്കിൻ ഡിസീസാണ് അവർ കൂടുതലായിട്ട് വരുന്നത്. അതിൽ തന്നെ കോണ്ടാക്ട് ഡെർമാറ്റൈറ്റിസ് നമ്മൾ പറയും, ചൊറിച്ചിലൊക്കെ വന്നിട്ട് സ്കിന്നിൽ റിക്കറൻ്റ് ആയിട്ട് ഇതിൻ്റെ എക്സ്പോഷർ പെസ്റ്റിസൈഡുമായിട്ട് വരുമ്പോൾ അവരുള്ള ബുദ്ധിമുട്ടുകളാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. ശ്വാസം മുട്ട്, ആസ്മ പോലുള്ള അസുഖങ്ങൾ അങ്ങനെയും വരാറുണ്ട്, പക്ഷെ റെയറാണ്, വരാറുണ്ട്. അക്യൂട്ട് റിയാക്ഷനായിട്ട് വരുന്ന കേസുകളുണ്ടാവും. പക്ഷേ വർഷത്തിൽ 1-2 സമയങ്ങളിലൊക്കെ അങ്ങനെ ഈവൻറ്റ്സ് ഉണ്ടാകാറുള്ളൂ. 3-4 പേര് പെട്ടെന്നൊരു പെസ്റ്റിസൈഡ് അടുത്ത് എവിടെയെങ്കിലും യൂസ് ചെയ്യപ്പോഴോ കലക്കിയപ്പോഴോ അതിൻ്റെ മണം കേട്ട് ആ സമയത്ത് അവർക്ക് ബോധക്കേട്, ബോധക്ഷയം, വോമിറ്റിംഗ്, ഹെഡേക്ക് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന കേസുകൾ, ബോധക്ഷയം ആയിരിക്കാം മിക്കവാറും കണ്ടുവരുന്നത്. അങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ അതിലെല്ലാം ഒരു പെസ്റ്റിസൈഡിൽ അവിടെ എല്ലാം കാണുന്ന കോക്ടെയിലാണ് അവർ പ്രിപ്പയർ ചെയ്യും. കോക്ടെയിൽ ഫോർമേഷനിൽ ഉണ്ടാവുന്ന കേസാണ് ഇത് വരുന്നത്. ഇതിൽ വേറൊരു പ്രശ്നം വരുന്നുണ്ട്, ഈ സൂയിസൈഡ്സ്. സോ ഇൻ പെസ്റ്റിസൈഡ്സ് ആൻഡ് ദ പെസ്റ്റിസൈഡ്സ് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഇവർക്ക് കോണ്ടാക്റ്റുമായിട്ട് വരുന്ന ആൾക്കാരിൽ ഡിപ്രഷൻസ് ആൻഡ് മൂഡ് ഡിസോർഡേഴ്സിൻ്റെ ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളത് സ്റ്റഡീസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് എസ്റ്റാബ്ലിഷ് ഇൻ സ്റ്റഡീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അറ്റംപ്റ്റഡ് റേറ്റ്, സൂയിസൈഡ് അറ്റംപ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി മറ്റു റീജിയൻ, ഐ എം ഷുവർ അബൌട്ട് മറ്റു റീജിയനേക്കാൾ ഇവിടെ കൂടുതലാണ്. പിന്നെ അതും നമുക്കൊരു പഠന വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്ലിക്കേറ്റേഴ്സ്. അവർ വരുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അവരിൽ കൂടുതൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒന്നും അവരിൽ ഉപയോഗിക്കുന്നില്ല. അവർ സപ്പോസ് ഗൂഗിൾസ്, ഇത് ഗൗൺ അല്ലെങ്കിൽ ഗ്ലൗസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബൂട്ട്സ് അങ്ങനെയുള്ള യാതൊന്നും അവർ ഉപയോഗിക്കുന്നത് അവർക്ക് അറിയത്തില്ല. സ്പെഷ്യലി മാസ്ക് ഒന്നും അറിയത്തില്ല. പുതിയ പുതിയ ഡ്രഗ്സ് മോളിക്യൂൾസ് നമ്മളുടെ മാർക്കറ്റ് വരപ്പോഴും ഇതിൻ്റെ മെറിറ്റ്സ് അവർ നോക്കുന്നുള്ളൂ, ഡീമെറിറ്റ്സ് അവർക്ക് അറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അവെയർനെസ് ആണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അവെയർനെസ് വേണം, ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഇതിൻ്റെ റാഷണൽ യൂസ്, അതായത് ജുഡീഷ്യൽ യൂസാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇത്തരം കീടനാശിനികളുടെ ദുരുപയോഗത്തിൻ്റെ ആഘാതം കേരളം കണ്ടിട്ടില്ലെന്നല്ല. പതിറ്റാണ്ടുകളായി ഇത്രയും തീവ്രമായ കീടനാശിനി പ്രയോഗം കണ്ടിരുന്ന മറ്റൊരു നാണ്യവിള കശുവണ്ടിയായിരുന്നു. ഒരു മുന്നറിയിപ്പ് കഥ എന്ന നിലയിൽ ലോകമെമ്പാടും പ്രചാരത്തിലായ ഇത് ഇന്ന് ഇരകളുടെ രൂപത്തിൽ മനുഷ്യജീവിതത്തിൽ ഒരു ദുരന്തമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. 1970-കളുടെ അവസാനം മുതൽ 2000-ന്റെ ആരംഭം വരെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് കേരളത്തിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മഞ്ഞ ലേബലുള്ള എൻഡോസൾഫാൻ തളിച്ചു. അത് മണ്ണിലും കുടിവെള്ള സ്രോതസ്സുകളിലും ലയിച്ചു. അവ വിഷലിപ്തമാക്കി. 6500-ലധികം വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അത് ബാധിച്ചു. അവരിൽ പലരും ഇപ്പോഴും അതിജീവനത്തിനായി പോരാടുകയാണ്. കീടനാശിനികളുടെ വിവേചനരഹിതമായ ഉപയോഗം അനിയന്ത്രിതമായി അനുവദിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ തെളിവാണ് 49-കാരിയായ പ്രസന്നയും അവരുടെ 2 പെൺമക്കളും. ജീവിച്ചിരിക്കുന്ന മകളെ എൻഡോസൾഫാൻ ഇരയായി അംഗീകരിക്കാൻ പ്രസന്ന പോരാടുകയാണ്. കാസർഗോഡ് 135 ദിവസത്തെ കുത്തിയിരിപ്പ് സമരം പരാജയപ്പെട്ടതിന് ശേഷം അവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് തങ്ങളുടെ പ്രതിഷേധം കൊണ്ടുപോവുകയാണ്. തിരുത്തൽ നടപടി ഉടനുണ്ടായില്ലെങ്കിൽ ഇടുക്കിയിലെ CHR മേഖലയിലും അവസ്ഥ ഇതുതന്നെയാവും. റെഗുലേറ്ററി സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് റെഗുലേഷൻ, ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റൂൾസ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. പക്ഷെ അത് പ്രാക്ടിക്കബിളി നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒത്തിരി കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. അതേ സമയത്ത് അതിൽ ലയബിലിറ്റി ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഇന്ന കമ്പനിയുടെ ഇന്ന ഉൽപ്പന്നം കർഷകൻ അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് MRL കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആരാണ് അവിടെ ലയബിൾ ആവേണ്ടത്? കർഷകനാണോ ലയബിൾ ആവേണ്ടത്? നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കർഷകൻ അവരുടെ ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതേസമയം കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണ്. ആ കമ്പനിയെ സംബന്ധിച്ച്, ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അവരുടെ കൺസ്യൂമർ എന്ന് പറയുന്നത് കർഷകനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കർഷകന് ഈ കമ്പനിക്കെതിരെ
ഒരു ലിറ്റിഗേഷൻ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. കമ്പനി ലയബിൾ ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നിയമത്തിൽ ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രിഞ്ചൻറ്റ് റെഗുലേറ്ററി മെഷേഴ്സ്, ലയബിലിറ്റി മെഷേഴ്സ് ഒക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് കൂടുതലും നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റൂ. 2020 അവതരിപ്പിച്ച കീടനാശിനി മാനേജ്മെന്റ് ബിൽ 1968 കാലഹരണപ്പെട്ട കീടനാശിനി നിയമത്തിന് പകരമായിരുന്നു. എന്നാൽ 2021 ഡിസംബറിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഈ കീടനാശിനികൾ, അത് സ്പൈസ് ആയാലോ കടമായാലോ ഏതൊരു ക്രോപ്പായാലും അവിടെ ഒരു നീഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്ന കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന ഗുണം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് കർഷകരുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ബിസിനസ് ടാക്ടിക്സ് ആണ്. ആ ടാക്ടിക്സ് പലതരത്തിൽ നടക്കുന്നുണ്ടാവും. കമ്പനികളുടെ ഏജന്റ് വന്നിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ടാവും. തൊട്ടടുത്ത കർഷകർക്ക് ചിലപ്പം ഈ കമ്പനിക്കാർ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് 1-2 വർഷം ചെയ്യിച്ചിട്ട് റിസൾട്ട് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വരുത്തി കഴിഞ്ഞാൽ കച്ചവടം നടക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ് ടാക്ടിക്സുകളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അതിൽ പെസ്റ്റിസൈഡ് കമ്പനീസിൻ്റെ ഏജന്റുമാരുണ്ടാവും, ലോക്കൽ റീറ്റെയിലേഴ്സിൻ്റെ ഏജന്റുമാരുണ്ടാവും. കാരണം ഇതൊക്കെ തന്നെ പ്രൈസ്, മാർജിൻ, ലാഭം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ച് കൂടുതൽ മാർജിനുള്ള സാധനം അവർ പരമാവധി വിറ്റ് ലാഭം എടുക്കാൻ വേണ്ടി ശ്രമിക്കും. കച്ചവടം പതിവ് പോലെ തുടരുന്നതിനാൽ ഇതിനൊന്നും മാറ്റമില്ല. അടുത്ത തവണ കീടനാശിനി അവശിഷ്ടങ്ങൾ കാരണം കയറ്റുമതി വിപണിയിൽ ഒരു ചരക്ക് നിരസിക്കപ്പെടുമ്പോൾ ഓർക്കുക, സ്റ്റോറുകളിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങളുടെ അവസ്ഥ വ്യത്യസ്തമല്ലെന്ന്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം വേണമെന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിഷം കൊടുക്കാൻ നമ്മളാരും താല്പര്യപ്പെടില്ല. അപ്പോൾ വിഷമില്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ വിഷമില്ലാത്തതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു ലക്ഷ്യം. അപ്പോൾ അത്തരത്തിൽ ഉൽപാദനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ ചെയ്യുന്നതിനൊക്കെ പരിമിതിയുണ്ട്. ഒരു വ്യക്തിക്ക് അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ കർഷകരെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്കുള്ള സപ്പോർട്ടാണ് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു സാമൂഹിക ഉത്തരവാദിത്വവും അതേസമയം തന്നെ സർക്കാരിൻ്റെ ഒരു വലിയൊരു പ്രയോറിറ്റി ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഉപഭോക്താക്കൾ ബോധവാന്മാരാകുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏലം മലക്കാടുകൾ കീടനാശിനി കുന്നുകളായി മാറും.